പേജ് നമ്പർ 58 പറയുന്നുണ്ട്, ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതറ്റം വരെയും. അപ്പൊ ഈ സുബോധാവസ്ഥ കൈപ്പിടിയിലാക്കുന്നതിനും പടികളിലൂടെ സഞ്ചരിക്കുന്നതിനും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അപ്പൊ അത് നമുക്കിനി 9ാം പടിയിലേക്ക് പോകാം. 9ാം പടി വ്യക്തമാക്കുന്നത് എനിക്കോ മറ്റുള്ളവർക്കോ ഹാനി ഉണ്ടാകുന്ന സാഹചര്യം ഒഴിച്ച് എന്നാണ്. എന്താണ് ഈ ഒഴിച്ച്? ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി നിർത്തിയേ പറ്റൂ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ പോയി രമ്യതയിൽ ഏർപ്പെടാൻ കഴിയില്ല. പ്രത്യേകിച്ച് ലൈംഗിക കുറ്റങ്ങളുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് അത് വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഞാനിപ്പോ മഹാത്മാഗാന്ധിയായി എന്ന ധാരണയിൽ നമ്മൾ വരുത്തി വെച്ചിട്ടുള്ള കുറ്റങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും അത് പോകാനും പരിഹാരം കണ്ടെത്താനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ ചെലുത്തണമെന്ന് ബിഗ് ബുക്ക് തന്നെ പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ഇപ്പൊ പോയിട്ട് പണ്ട് ഉപദ്രവിച്ചിട്ട് പെൺകുട്ടിയുടെ അടുത്ത് സോറി പറയുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ചില കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അവിടെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ നമ്മളോട് നമ്മുടെ കമ്പനി ഓണർ പിടിക്കത്തക്ക രീതിയിൽ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിപ്പോ പോയി പറഞ്ഞാല് അത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വഴി വയ്ക്കും. ചിലപ്പോൾ ജയിലുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് കേസിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് ഒരു ദോഷവും വരാത്ത രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. എന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് ഒരു ദോഷവും വരരുത്. അപ്പോ അതിനർത്ഥം നമ്മൾ രമ്യതയിൽ ഏർപ്പെടണം. അപ്പൊ അതിനെപ്പറ്റി ഓരോ ഗൈഡ് ലൈൻസ് ഇതിന്റെ താഴെ നമ്മൾ പറയുന്നുണ്ട്. ഏതായാലും റോയ്റ്റിയില് പറയുന്നത്, റോയ്റ്റി 9 മാസം കൊണ്ട് കുറെ പണമൊക്കെ ശേഖരിച്ച് ഒരു യാത്ര നടത്തി. അദ്ദേഹം സിംഗപ്പൂർ പോയി, UK പോയി, ഓസ്ട്രേലിയ, USA എന്നിവിടങ്ങളിലേക്കൊക്കെ പോയി. ഈ യാത്ര ശരിക്കും ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തീർത്ഥാടന യാത്രയായിരുന്നു. കാരണം കുടുംബാംഗങ്ങളെല്ലാം വിവിധ രാജ്യങ്ങളിലായിരുന്നു. അപ്പൊ ആ രാജ്യങ്ങളിൽ ഉള്ളവരുടെ അടുത്ത് പോയി നല്ല രീതിയിൽ അവരോട് ക്ഷമ ചോദിക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്തു. അതുകൂടാതെ തന്നെ ബില്ലിന്റെ വീട് സന്ദർശിച്ചു. പിന്നെ നമ്മുടെ ഡോക്ടർ ബോബിന്റെ ഒഹായോ എന്ന സ്ഥലത്ത് പോയി. അവിടെ പോയി അങ്ങനെ. അപ്പൊ ഒരു തീർത്ഥാടന യാത്ര തന്നെ. 9 മാസം എടുത്തു എനിക്ക്. കാരണം പണം പുതിയതായിട്ട് വന്ന ഒരാളാണ്. അപ്പൊ 9 മാസം കൊണ്ടാണ് ആ പണം സമ്പാദിക്കാൻ എനിക്ക് സാധിക്കുന്നത്. പിന്നെ ആ കാലത്ത് ധാരാളം AI മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ എനിക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് 1984, 1990 വരെ ഇന്ത്യയിലായിരുന്നപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ കുടിക്കഥകൾ മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടത്. മിക്കപ്പോഴും അവിടെ പോയിരുന്നപ്പോൾ കുടിച്ചാണ് പോയിരുന്നത്. അവിടെ ഞാൻ ഈ പടികളെ പറ്റി കേട്ടില്ല. അവരത് പറയാത്തത് കൊണ്ടല്ല ഞാനത് പറഞ്ഞത്. അവരത് പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ കേട്ടില്ല. അവിടുത്തെ ഒരു പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാല് ഒരാള് രോഗത്തെ കുറിച്ച് സംസാരിക്കും, മറ്റൊരാള് സർവീസിനെ കുറിച്ച് പറയും, ഒരാള് കുടിക്കഥ പറയും. ആ ഒരു പാറ്റേണിൽ ആയതുകൊണ്ടാകാം എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ അല്ലെങ്കിൽ അത് മാത്രമാണ് ശ്രദ്ധിച്ചത്. ഇനി 91-ലാണ് ഞാൻ സോബർ ആകുന്നത്. ആ സോബർ ആയപ്പോൾ തന്നെ എനിക്ക് അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു ആന്റി ഒരു ബിഗ് ബുക്ക് എനിക്ക് അയച്ചു തരികയും ഞാൻ അത് വായിക്കാൻ ഇടയാവുകയും ചെയ്തു. അപ്പോൾ ഈ ഇന്ത്യയില് ഞാൻ പങ്കെടുത്തപ്പോൾ സോബർ ആകുന്നതിന് മുമ്പ് കുറച്ചു നാൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഈ കുടിക്കഥ ഒരാൾ പറയും, രണ്ടാമത്തെ ആൾ രോഗത്തെ കുറിച്ച് പറയും, മൂന്നാമത്തെ ആൾ സർവീസിനെ കുറിച്ച് പറയും. അപ്പോ എനിക്ക് അത് മാത്രം എന്റെ മനസ്സിൽ തങ്ങി നിന്നുള്ളൂ. ചിലപ്പോൾ അവർ പടികളെ പറ്റി പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ എന്റെ മനസ്സിൽ അത് തങ്ങിയുന്നില്ല. നമുക്കിനി വീണ്ടും 9ാം പടിയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ തന്നെ നമുക്ക് ഇറങ്ങി പുറപ്പെടാം. നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ള പരിഹാരം ചെയ്യാനായിട്ട്. 3ാം പടിയിൽ ഓർക്കണം, ഞാൻ നടനല്ല, ദൈവമാണ് എന്നെ നയിക്കുന്നത്, ദൈവമാണ് എന്റെ നിർമ്മാതാവ്. അത് വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കണം ഈ പടി ചെയ്യുന്നതിന് മുമ്പ്. നമ്മൾ 58ാമത്തെ പേജിൽ പറയുന്നുണ്ട്, മദ്യത്തിന് മേൽ വിജയം വരിക്കാൻ ഏതറ്റം പോകാനും ഞാൻ തയ്യാറാണ്. 68ാം പേജിന്റെ മലയാളം ബിഗ് ബുക്കിൽ 68ാം പേജിന്റെ അവസാന ഭാഗത്തെ ബിഗ് ബുക്ക് നമുക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ ഈ തരം രമ്യതകളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി തരുന്നുണ്ട്. അതിലൊന്ന് കണ്ണോടിച്ചതിന് ശേഷം നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം.
ഒന്ന്. ചില ബിസിനസ് പങ്കാളികളുമായി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ചില ആളുകളുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബിസിനസ് പങ്കാളികളായ ചില ആളുകളുമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ പരിഹാരം ആവശ്യമില്ലാതെ വരും. ചിലരുമായി പാടില്ല. ആഹ് ചില ബിസിനസ് കാര്യമായി ഇടപെട്ടപ്പോൾ ഞാന് എയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയാൽ ചിലപ്പോൾ എന്റെ യഥാർത്ഥ ഉദ്ദേശം രമ്യതയിൽ എത്തുകയാണെന്നെങ്കിൽ പോലും ഒരു പക്ഷെ അതിന് സാധിച്ചെന്ന് വരില്ല. എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ 9-ാം പടി ചെയ്യുന്നത്? അതായത് എനിക്ക് ചുറ്റുമുള്ളവരോട് നന്നായി പെരുമാറുക എന്നതാണ് ഇതിന്റെ ആം, ഉം, മുഖ്യ ഉദ്ദേശം. നമ്മെ ഇഷ്ടപ്പെടാത്തവരെ എങ്ങനെ സമീപിക്കും? ആരുമായി പൊരുതാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമ്മെ ഇഷ്ടപ്പെടാത്തവരുടെ അടുത്ത് നമ്മൾ പോകരുത് എന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മളെ ഇഷ്ടപ്പെടാത്തവരുടെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ കേൾക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നിടത്ത് നമ്മൾ ചെല്ലരുത് എന്നാണ് ബിഗ് ബുക്ക് പറയുന്നത്. അതിനൊരു ഉദാഹരണം റോയ് പറയുന്നത് ഇപ്പൊ നമ്മുടെ മുഹമ്മദ് അലിയെ കുറിച്ചാണ്. അദ്ദേഹം ബോക്സിംഗ് ചാമ്പ്യനാണ്. അദ്ദേഹത്തിന്റെ ബോക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൗ ഒക്കെ ഇട്ട് അതിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ബോക്സിംഗ് റിംഗിൽ നിന്ന് ഒറ്റയടിക്ക് നമ്മൾ പറന്നു പോകും. അപ്പൊ നമ്മൾ അതിനെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോ ഒരു പക്ഷേ നമ്മള് അതുകൊണ്ട് തന്നെ നമ്മളുമായി രമ്യതയിൽ വരാനോ അല്ലെങ്കിൽ നമ്മളുമായി സംസാരിക്കാനോ താല്പര്യമില്ലാത്തവരുടെ അടുത്ത് അത് പിന്നീടേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരാൾക്ക് നമ്മൾ പണം കൊടുക്കാനുണ്ട്, പണം കടം കൊടുക്കാനുണ്ട്. നമ്മൾ അയാളുടെ അടുത്ത് രമ്യതയിൽ ഏർപ്പെടാൻ നേരത്ത് പോകുമ്പോൾ, ഹലോ ഞാൻ എയിലാണ്, ഞാൻ നിങ്ങൾക്ക് പണം പൈസ തരാനുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അയാൾ അത് നമ്മളെ പോലീസിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളിലേക്ക് കടന്നു പോവുകയോ ചെയ്തേക്കാം. അതിലെന്താണ് കാര്യം? കാര്യം ഒരാൾക്ക് പണം കടം കൊടുക്കാനുണ്ട് എന്ന് ഉണ്ടായിട്ടും പണമില്ല എന്ന് പോകുന്നതിനേക്കാളും നല്ലത് അങ്ങനെ പോകാതിരിക്കുന്നതാണല്ലോ. അതിന് റോയി ഒരു ഉദാഹരണം പറഞ്ഞത്, ഗോവയിലെ ഒരു ഫിലിം കമ്പനിയിൽ അദ്ദേഹം ഒരു ബൈക്ക് വർക്ക് ചെയ്തപ്പോൾ ഒരു ബൈക്ക് അദ്ദേഹത്തിന് നശിപ്പിക്കേണ്ടി വന്നു. അന്നത്തെ കാലത്ത് അതിനൊരു 18,000 രൂപ വിലയുണ്ട്. അപ്പൊ അദ്ദേഹം എന്നാ ചെയ്തെന്ന് വെച്ചാല് ഈ ഫിലിം കമ്പനിയിലെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചെന്ന് സംസാരിച്ചു. അവർക്ക് അപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന 1000 രൂപ കൊടുത്തു. 18,000 രൂപയാണ് മൊത്തം കൊടുക്കേണ്ടത്. മാസം 1000 രൂപ തിരിച്ചു തരാം എന്നുള്ള രീതിയിൽ ഒരു രമ്യതയിൽ ഏർപ്പെട്ടു. അവരത് സമ്മതിച്ചു. ഇനി നാം ഇഷ്ടപ്പെടാത്തവരുടെ അടുക്ക് അല്ലെങ്കിൽ നമുക്ക് എനിക്കിഷ്ടമല്ലാത്ത ഒരാളുടെ അടുത്ത് എങ്ങനെ പോകാം? ശത്രുവിന്റെ അടുത്ത് പോകുന്നത് എളുപ്പമല്ല. പക്ഷെ അത് ചെയ്താൽ ലാഭം ഇരട്ടിയാണ്. നമുക്കറിയാം ഈ കുതിരയുടെ ഒക്കെ നിയന്ത്രിക്കാനായിട്ട് ബിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഘടിപ്പിക്കാറുണ്ട്. അതിനകത്താണ് അതിന്റെ കടിഞ്ഞാൻ കെട്ടുന്നത്. കടിഞ്ഞാൻ വലിക്കുമ്പോഴാണ് കുതിര ഭാഗത്തേക്ക് തിരിയുന്നത്. അപ്പോ നമ്മൾ ഈ പടികൾ ചെയ്യുമ്പോൾ ബിറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം പടികളാണ്, കടിഞ്ഞാൻ വലിക്കുന്നത് ദൈവമാണ്. ഇനി സാമ്പത്തിക കാര്യങ്ങൾ, ഇത് പേജ് നമ്പർ 78 പറയുന്നുണ്ട്. പൊതുവെ നമ്മുടെ എയിൽ വരുന്നവർക്ക് പണമില്ലാത്തവരുണ്ട്. പക്ഷെ നാം ഇത്തരം സാമ്പത്തിക കാര്യങ്ങളെല്ലാം നേരിടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കുടിക്കും. അടുത്തത് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ പരിഹാരം ചെയ്യാം. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വീണ്ടും നമ്മൾ വർക്ക്ഷോപ്പിൽ വരുന്നതുകൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ചു വായിച്ചു പോവാണ്. 3 ഉദാഹരണങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ബുക്കിൽ പറയുന്നുണ്ട്. ഒന്നൊരു കള്ളക്കണക്കിന്റെ കാര്യമാണ്, അടുത്തത് ഒരു വഞ്ചനാ കുറ്റത്തിന്റെ കാര്യമാണ്, മൂന്നാമത്തേത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ഇതിലൊന്നും ഭയപ്പെടേണ്ട. നമുക്ക് ഈ സാമ്പത്തിക കാര്യങ്ങളുടെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ വഞ്ചനാ കുറ്റങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ഒരു ലോയറായിട്ടോ അല്ലെങ്കിൽ ഒരു CA-കാരനായിട്ടോ ഒക്കെ ചർച്ച ചെയ്യുന്നത് നല്ലതാകും. കാരണം നമുക്ക് തടയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർക്ക് അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഒരു പക്ഷേ അവര് നമ്മൾക്ക് ചൂണ്ടിക്കാട്ടി തന്നിരിക്കാം. അപ്പൊ ഇതിന് തീർച്ചയായും മറ്റുള്ളവരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. കൂടാതെ തന്നെ നമുക്കറിയാം നമ്മൾ 9-ാം പടി ചെയ്യാൻ പോകുന്നത് 1 മുതൽ 8 വരെയുള്ള പടികളിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ്. അതിപ്പോൾ നമ്മളവിടെ 3-ാം പടി പ്രാർത്ഥനയുണ്ട്, 7-ാം പടി പ്രാർത്ഥനയുണ്ട്, 8-ാം പടി പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ 9-ാം പടി ിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇനി സെക്സിന്റെ കാര്യം, ഒരു പക്ഷേ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇത്തരം വൈകല്യങ്ങൾ പരസ്പരം അറിയില്ലായിരിക്കാം. അത് പറയണമോ? ബിഗ് ബുക്കില് പറയുന്നത് പറയണമെന്നില്ല എന്നാണ്. പറയണമെന്നില്ല.
അത് പറയണമെങ്കിൽ പറയാം, പറയണ്ടെങ്കിൽ പറയണ്ട. ഈ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുറത്തുള്ളവർക്ക് വിധി കൽപ്പിക്കാനാവില്ല. പല ലൈംഗിക പ്രശ്നങ്ങൾക്കും ദൈവത്തിന് മാത്രമേ വിധി കൽപ്പിക്കാനാകൂ. നിങ്ങൾ കുടുംബത്തോടൊപ്പം ഇരുന്ന് കഴിഞ്ഞ കാലം വിശകലനം ചെയ്യണം. പേജ് 83 ഒരു വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. അത് 9-ാം പടിയുടെ വാഗ്ദാനമാണ്. നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന വാഗ്ദാനമാണ്. അത് വർക്ക്ഷോപ്പ് മെറ്റീരിയലിന്റെ അവസാനം നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ വൈഫിനോ ഹസ്ബൻഡിനോ പരസ്പരം അറിയാത്തൊരു കാര്യം പരസ്പരം പറയണോ എന്ന ചോദ്യത്തിന് ഉത്തരമൊക്കെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, വർക്ക്ഷോപ്പിൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. 9-ാം പടി, പ്രത്യക്ഷപരമായി പരിഹാരം ചെയ്യുന്നത് മൂലം അവർക്കോ മറ്റുള്ളവർക്കോ ഹാനി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരോടെല്ലാം കഴിയും വിധം പരിഹാരം ചെയ്തു. Made direct amends to such people wherever possible, except when to do so would injure them or others. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ വി ടേക്ക്? എന്താണ് അടുത്ത പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടത്? മദ്യത്തിന് മേൽ, അതായത് 8-ാം പടി കഴിഞ്ഞു, അപ്പൊ അടുത്ത പ്രവൃത്തി ചെയ്യുന്നത് എന്താണെന്നാണ് ചോദ്യം. മദ്യത്തിന് മേൽ വിജയം വരിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകുന്നതിനും തുടക്കത്തിലെ ഞങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട് എന്നത് ഓർക്കുക. പേജ് നമ്പർ 75, മലയാളം ബുക്കില് പേജ് നമ്പർ 75 പറയുന്നുണ്ട്, മദ്യത്തിന് മേൽ വിജയം വരിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാവുന്നതിനും തുടക്കത്തിലെ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. ചോദ്യം നമ്പർ 2, ഹൗ ഷുഡ് വി അപ്രോച്ച് ദോസ് വി അമൻസ് ടു? എങ്ങനെയാണ് രമ്യതയിൽ ഏർപ്പെടുന്നവരുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നത്? മിക്കവാറും ഇനിയും ചില ആശങ്കകൾക്കിടയുണ്ട്. ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ള ബിസിനസ് സുഹൃത്തുക്കളുടെയും മറ്റ് ചങ്ങാതിമാരുടെയും പട്ടിക ഞങ്ങൾ നോക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു ആത്മീയ അടിസ്ഥാനത്തിലുള്ള സമീപനവുമായി ചെല്ലുന്നതിൽ ഞങ്ങൾ അവിശ്വാസമുള്ളവരായേക്കാം. പക്ഷെ നാം ദൃഢമനസ്കരായിരിക്കുക. ചില ആളുകളോട് ഈ ആത്മീയ വശം ആദ്യ സമീപനത്തിൽ നാം ഊന്നി പറയേണ്ട കാര്യമില്ല. പേജ് നമ്പർ 75 തന്നെ പറയുന്ന കാര്യമാണ്. അടുത്തത് 3-ാമത്തെ ചോദ്യം, ഹൗ ഷുഡ് വി അപ്രോച്ച് ദോസ് ഹു ഡിസ്ലൈക്ക് അസ്? നമ്മളെ വെറുത്തിരുന്നവരെ എങ്ങനെ സമീപിക്കും? നാം ഒരു പക്ഷേ അവരെ തെറ്റായ മുൻവിധിയിലേക്ക് നയിക്കാം. തൽക്കാലത്തേക്ക് നാം ചെയ്യുന്നത് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കലാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം എല്ലാമായില്ല. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കും ദൈവത്തിനും പരമാവധി സേവനം നൽകുന്ന രീതിയിൽ യോഗ്യത നേടുക എന്നതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. നാം ചെയ്തിട്ടുള്ള അന്യായത്തിന്റെ പേരിൽ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കേമനാണെന്ന് ഭാവിക്കുകയും നമ്മൾ മതവിശ്വാസികളായി പോയെന്ന് വിളിച്ചു കൂവുകയും ചെയ്യുന്ന ഒരാളെ നാം സമീപിക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. അതൊരു പാഴ്വേലയായിരിക്കും. നമ്മെ മതഭ്രാന്തന്മാരെന്നോ ബോറടിപ്പിക്കുന്ന രീതിയിൽ മതനിഷ്ഠയുള്ളവനെന്നോ മുദ്ര കുത്തപ്പെടുത്തുന്നതിന് നാം എന്തിന് നിന്നുകൊടുക്കണം? അങ്ങനെയായാൽ ഒരു പക്ഷേ പ്രയോജനകരമായ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള അവസരം നാം നഷ്ടപ്പെടുത്തിയേക്കാം. നേരെ മറിച്ച് ഒരു തെറ്റ് ശരിയാക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നാം സമീപിക്കുന്നയാൾ വളരെ തൽപരനായിരിക്കും. നമ്മുടെ ആത്മീയ കണ്ടെത്തലുകളെ കുറിച്ചുള്ള സംഭാഷണത്തെക്കാൾ നാം പ്രകടിപ്പിക്കുന്ന സന്മനോഭാവത്തിൽ അയാൾ താല്പര്യമുള്ള ആളായി തീരും. ചോദ്യം നമ്പർ 4, ഹൗ ഷുഡ് വി അപ്രോച്ച് ദോസ് വി ഡിസ്ലൈക്ക്? നമ്മൾ വെറുത്തിരുന്ന ഒരാളെ എങ്ങനെ സമീപിക്കും എന്ന പ്രശ്നം ഉയർന്നു വന്നേക്കാം. ഞങ്ങൾ അങ്ങോട്ട് ചെയ്തതിനേക്കാൾ ദ്രോഹം അയാൾ ഇങ്ങോട്ട് ചെയ്തേക്കാം. അയാളോട് കുറെ കൂടി നല്ലൊരു മനോഭാവം ഞങ്ങൾ ആർജിച്ചിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ തെറ്റുകൾ തുറന്നു സമ്മതിക്കുന്നതിൽ ഞങ്ങൾ വൈമനസ്യമുള്ളവരായിരിക്കാം. എന്നിരുന്നാലും നാം ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനെ സമീപിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഒരു കൂട്ടുകാരനേക്കാൾ ഒരു ശത്രുവിനെ സമീപിക്കുന്നത് കൂടുതൽ കഠിനമാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണം ചെയ്യുന്നു. ഞങ്ങളുടെ പഴയ തെറ്റായ ധാരണകൾ ഏറ്റുപറഞ്ഞുകൊണ്ടും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും മാപ്പ് നൽകാനും സഹായിക്കാനുമുള്ള മനോഭാവത്തോട് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. പേജ് നമ്പർ 76 ബിഗ് ബുക്കിൽ അത് പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, ഹൗ ഷുഡ് വി ബിഹേവ് ഡ്യൂറിങ് അമൻസ്? രമ്യതയിൽ ഏർപ്പെടുമ്പോൾ നാം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു? യാതൊരു സാഹചര്യത്താലും ഞങ്ങൾ അയാളെ വിമർശിക്കുകയോ അയാളുമായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല. ഞങ്ങളുടെ കഴിഞ്ഞ കാലം നേരെ ചൊവ്വയാക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നതുവരെ ഞങ്ങൾക്ക് കുടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ലെന്ന് ലളിതമായി അയാളോട് പറയുന്നു. അയാൾ എന്ത് ചെയ്യണമെന്ന് അയാളോട് പറയാതെ ഞങ്ങളുടെ ഭാഗത്തുള്ള വൈകല്യങ്ങൾ തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറാകുന്നു. അപ്രകാരം ചെയ്തില്ലെങ്കിൽ ഒന്നും പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അയാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ തെറ്റുകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞങ്ങളുടെ തെറ്റുകൾ മാത്രം സ്പർശിച്ച് സംസാരിക്കും. ഞങ്ങളുടെ സമീപന രീതി ശാന്തവും ആർജവമാർന്നതും തുറന്ന മനസ്സോടെ ഉള്ളതുമാണെങ്കിൽ തൃപ്തികരമായ ഫലം ഞങ്ങൾക്ക് അനുഭവിക്കാനാകും.
ക്വസ്റ്റ്യൻ നമ്പർ 6. ഡു ഐ ഹാവ് ടു മേക്ക് ഫിനാൻഷ്യൽ അമൻസ്? സാമ്പത്തിക കാര്യങ്ങളിൽ രമ്യതയിൽ ഏർപ്പെടണോ? മിക്കവാറും എല്ലാ അമിത മദ്യപാനാസക്തരും പണബാധ്യതയുള്ളവരാകും. ആഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പണം കടം തന്ന് സഹായിച്ചവരെ കബളിപ്പിക്കുന്നില്ല. ഞങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അവരോട് പറയുമ്പോൾ ഞങ്ങളുടെ കുടിയെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും അവർക്ക് അതറിയാം. നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെ കരുതിയാലും ഇല്ലെങ്കിലും സാമ്പത്തിക ബാധ്യത വന്നുപെടാം എന്ന കാരണം കൊണ്ട് ഞങ്ങളുടെ ആൽക്കഹോളിസം പുറത്തു പറയാതിരിക്കുന്നില്ല. ഈ രീതിയിലുള്ള സമീപനം നടത്തിയാൽ ഏറ്റവും കർക്കശമായ പണമിടപാടുകാർ പോലും ചിലപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തും. ചെയ്യാവുന്നതിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഇടപാടുകൾ നടത്തിക്കൊണ്ട് പറ്റിപ്പോയ കാര്യങ്ങളിൽ ദുഃഖിക്കുന്നവരാണ് ഞങ്ങളെന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. എന്തൊക്കെ തന്നെയാണെങ്കിലും പണം കൊടുക്കുവാനുള്ളവരെ കുറിച്ചുള്ള ഭയം ഞങ്ങൾ ദൂരീകരിക്കണം. കാരണം അവനെ നേരിടാൻ ഞങ്ങൾ ഭയന്നാൽ ഞങ്ങൾ കുടിക്കാൻ നിർബന്ധിതരാകും എന്നത് തീർച്ചയാണ്. മലയാളം ബിഗ് ബുക്ക് പേജ് നമ്പർ 77 ആണുള്ള പാരഗ്രാഫ് ഉള്ളത്. 7ാമത്തെ ചോദ്യം. ആർ ദിസ് സം ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഫോർ ക്രിമിനൽ അമൻസ്? അത് ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള അമൻസ് ചെയ്യേണ്ട ഏതെങ്കിലും ഗൈഡ് ലൈൻസ് ഉണ്ടോ? ഞങ്ങൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുകയും അത് അധികാരികൾ അറിയാൻ ഇടവരികയും ചെയ്താൽ അതൊരു പക്ഷേ ഞങ്ങളെ ജയിലിൽ എത്തിച്ചേക്കാം. കണക്കിൽ കുറഞ്ഞ പണവും അത് നികത്താനുള്ള മാർഗവും ഇല്ലാതെ കുഴയുന്ന അവസ്ഥയിൽ ഞങ്ങളെത്താം. ഈ വക കാര്യങ്ങളൊക്കെ മറ്റൊരാളോട് ഞങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ജോലി നഷ്ടപ്പെടുകയോ ചെയ്തേക്കാം. ഒരു പക്ഷേ കണക്ക് സൂക്ഷിക്കുന്നതിനുള്ള നിസ്സാരമായ എന്തെങ്കിലും പാകപ്പിഴയാകാം അത് സംഭവിച്ചത്. ഞങ്ങളിൽ പലർക്കും അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ വിവാഹമോചനം നടത്തുകയും പുനർവിവാഹം ചെയ്യുകയും അതേസമയം ആദ്യ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടുന്ന ജീവനാംശം കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് ദരിദ്രയായ അവൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വാറണ്ടും അയച്ചിട്ടുണ്ടാകാം. ഇതും സാധാരണ കുഴപ്പത്തിൽപ്പെട്ട ഒന്നാണ്. അതിന്റെ ആ ചോദ്യത്തിന് രണ്ടാമത് ഒരു ഉത്തരം കൂടെ ഉണ്ട്. മറ്റുള്ള ആളുകളെ ശക്തിയായി ബാധിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കടുത്ത നടപടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരുടെ സമ്മതം ആരായുന്നു. അങ്ങനെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് സഹായത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടുത്ത നടപടി എന്നത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കുടിക്കരുത് എന്നാണ്. മറ്റുള്ളവരെ ശക്തിയായി ബാധിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കടുത്ത നടപടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരുടെ സമ്മതം വാങ്ങുന്നു. ഇനി 8ാമത്തെ ചോദ്യം. വാട്ട് അബൌട്ട് സെക്ഷൽ ആൻഡ് റിലേഷൻഷിപ്പ് അമൻസ്? മറ്റേ ലൈംഗികതയുടെയും വ്യക്തിബന്ധങ്ങളുടെയും രമ്യതയ്ക്ക് എന്തൊക്കെയാണ് ബുക്കിൽ പറയുന്നത് നോക്കാം. ഈ കാര്യത്തിന്റെ സ്ഥിതി എന്താണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യയ്ക്ക് അറിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാം പിന്നെ അവളോട് തുറന്നു പറയണോ? എല്ലായ്പ്പോഴും വേണ്ടിവരില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മുടെ കാടത്തങ്ങളൊക്കെ പൊതുവെ അവൾക്കറിയാമെങ്കിൽ എല്ലാം വിശദമായി അവളോട് പറയേണ്ടതുണ്ടോ? തീർച്ചയായും നാം നമ്മുടെ കുറ്റങ്ങൾ തുറന്ന് സമ്മതിക്കണം. അവൾ എല്ലാ വിവരവും അറിയാൻ നിർബന്ധം പിടിച്ചേക്കാം. സ്വന്തം ജീവിതത്തിലുള്ള ആ സ്ത്രീ ആരാണെന്നും അവൾ എവിടെയാണെന്നും ഭാര്യയ്ക്ക് അറിയാൻ താല്പര്യമുണ്ടാകാം. മറ്റൊരു വ്യക്തിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരണം പറയേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് ഓർത്ത് ദുഃഖമുള്ളവരാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഞങ്ങൾ അത് ആവർത്തിക്കുകയില്ല. അതിനേക്കാൾ ഉപരിയായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതിനേക്കാൾ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്കൊരു അവകാശവുമില്ല. ഇതിന് ഒരു പക്ഷേ അപവാദങ്ങൾ ഉണ്ടാകാം. പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിബന്ധന ഈ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ലെങ്കിലും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രീതി ഇതാണെന്ന് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പേജ് നമ്പർ 81, 82 പറയുന്നതാണ്. ഒന്നും മറച്ചു വെക്കാതെ വെട്ടി തുറന്ന് പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അത്തരം ഒരു ഗാഢമായ സാഹചര്യങ്ങളെ കുറിച്ച് പുറത്തുള്ള ഒരാൾക്ക് ഒന്നും മനസ്സിലാകില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് എന്നതാണ് സൽബുദ്ധിയുടെയും സ്നേഹാർദ്രമായ ഭാവനയുടെയും മാർഗമെന്ന് രണ്ടുപേരും തീരുമാനിച്ചേക്കാം. ഇരുവരിൽ ഓരോ ആളും മറ്റേയാളിന്റെ സന്തോഷം മനസ്സിൽ കരുതി അതിനായി പ്രാർത്ഥിച്ചേക്കാം. നാം നേരിടുന്നത് ഏറ്റവും ഭയങ്കരമായ മനുഷ്യവിധേയമായ അസൂയോടാണെന്ന കാര്യം എപ്പോഴും കരുതിയിരിക്കുക. നേർക്ക് നേരെയുള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം എന്തെങ്കിലും ഒരു പാർശ്വഭാഗത്ത് കൂടെയുള്ള ആക്രമണമാണ് നല്ലതെന്ന് ഒരു നല്ല പട്ടാള മേധാവി കരുതുന്നു. നേർക്ക് നേരെയുള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം എന്തെങ്കിലും ഒരു പാർശ്വഭാഗത്ത് കൂടെയുള്ള ആക്രമണമാണ് നല്ലതെന്ന് ഒരു പട്ടാള മേധാവി കരുതുന്നു.
പേജ് നമ്പർ അത് 80-81 അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യമാണ്. ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതിയോ? ഈസ് ഇനഫ് ടു ജസ്റ്റ് സ്റ്റോപ്പ് ഡ്രിങ്കിങ്? കുടി നിർത്താനായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതിയോ? കുടിക്കാതെ സ്വബോധത്തോടെ ഇരിക്കലാണ് തനിക്ക് ആകെ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് പറയുന്ന അമിത മദ്യപാനാസക്തനെ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്നും ചെയ്യാതെ കുടിക്കാതിരിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പൊ അത്തരം ആളുകളും ഉണ്ട്. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നവരും ഉണ്ട് എന്നാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. ചോദ്യം നമ്പർ 10. സോ വാട്ട് നീഡ്സ് ടു ബി ഡൺ ഗോയിങ് ഫോർവേഡ് വിത്ത് ഫാമിലി അമെൻസ്? കുടുംബക്കാരുമായിട്ടുള്ള രമ്യതയിൽ ഏർപ്പെടുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ആവശ്യകത? അതെ, വളരെ ദീർഘകാല ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി മുന്നിലുണ്ട്. അതിന് നാം മുൻകൈ എടുക്കണം. ഞങ്ങൾ ഖേദിക്കുന്നു എന്ന ശോകാർദ്രമായ പെറുപിറുകൾ കൊണ്ട് മാത്രം കാര്യമില്ല. നാം കുടുംബ അംഗങ്ങളോടൊപ്പം ഇരുന്ന് തുറന്ന മനസ്സോടെ നാം ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള കഴിഞ്ഞ കാലം വിലയിരുത്തണം. അവരെയൊക്കെ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. അവരുടെ കുറവുകൾ കൂടുതൽ തെളിഞ്ഞു വരാം. പക്ഷെ നമ്മുടെ തന്നെ പ്രവൃത്തി തന്നെയാണ് അതിന് ഭാഗികമായി ഉത്തരവാദിയായിരുന്നത് എന്നതിനാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ കുടുംബാംഗങ്ങളോടൊപ്പം വീട് വൃത്തിയാക്കുന്നു. നമ്മുടെ പ്രഭാത ധ്യാനങ്ങളിൽ ക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും ഭയത്തിനും സ്നേഹത്തിനുമുള്ള മാർഗം കാണിച്ചു തരുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു തത്വമല്ല, ഇത് നാം ജീവിച്ചറിയേണ്ട ഒന്നാണ്. ചോദ്യം നമ്പർ 11. വാട്ട് അബൌട്ട് അമൻസ് ദാറ്റ് ഐ കനോട്ട് മേക്ക്? എന്താണ് നമുക്ക് രമ്യതയിൽ ഏർപ്പെടാൻ കഴിയാത്ത ചില അമൻസുകൾ ഉണ്ടാവാം. അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന്? ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത രമ്യതകൾ. അപ്പൊ അതിനെന്താ ചെയ്യാം? നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളത് ശരിയാക്കുമായിരിക്കാം എന്ന് ഞങ്ങളോട് സത്യസന്ധമായി പറയാൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിനെ ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. ചില ആളുകളെ നേരിട്ട് കാണാൻ പറ്റാത്തവരായിട്ടുണ്ട്. അവർക്ക് സത്യസന്ധമായ ഒരു കത്തുകൾ അയക്കുന്നു. പേജ് നമ്പർ 82 അത് പറഞ്ഞേക്കുന്നത്. അവർക്ക് സത്യസന്ധമായി ഒരു കത്ത് ഞങ്ങൾ അയക്കുന്നു. 12. വാട്ട് വിൽ ഹാപ്പൻസ് ആസ് ഐ ക്ലീൻഡ് അപ്പ് ദ പാസ്റ്റ്? നമ്മുടെ ഈ പാസ്റ്റ് ക്ലീനപ്പ് ചെയ്താൽ നമ്മൾക്ക് എന്താണ് സംഭവിക്കുക? അത് നമുക്കറിയാം. നമ്മുടെ പ്രോമിസ് ആണ്. 9ാം പടി പ്രോമിസ് എന്നാണ് അതിന് പറയുക. അതൊന്ന് വായിക്കാം. നമ്മുടെ പുരോഗതിയിലേക്ക് ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുത പരതന്ത്രരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയടയ്ക്കുകയോ ഇല്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്തെന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ടെന്നത് ഒരു പ്രശ്നമല്ല. നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണെന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മളിൽ നിന്ന് അകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി എന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതാണ് 9ാം പടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം. ഇനി ബിഗ് ബുക്കിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ അതൊന്ന് ഞാൻ അത് കുറെ 10-23 ഉണ്ട്. അതൊന്ന് നോക്കാം. 1. ദൈവത്തോടെ ശക്തിയും ദിശാബോധവും ചോദിക്കുക. നമ്മളുടെ തെറ്റ് തുറന്ന് സമ്മതിക്കുക. ക്ഷമയും സഹനവും ദയയും സ്നേഹവും ദൈവത്തോട് ചോദിക്കുക. തെളിമയും പരിഗണനയും വിനയവും നയവും ഉള്ളവരായിരിക്കുക. സന്മനസ്സുള്ളവരായിരിക്കുക. മുൻകാലങ്ങളിലുള്ള ദുഷ്ടചിന്തകൾ ഏറ്റുപറയുക. കുടുംബത്തോടൊപ്പം വീട് വൃത്തിയാക്കുക. സന്മനസ് പ്രദർശിപ്പിക്കുക. നമ്മുടെ മദ്യപാനാസക്തി വെളിപ്പെടുത്തുക. ഖേദം പ്രകടിപ്പിക്കുക. ഭൂതകാലം നിർവ്യാജം വിശദീകരിക്കുക. സഹായിക്കുന്ന ക്ഷമിക്കുന്ന മനസ്സുണ്ടാകുക. ശാന്തമായി തുറന്ന നിർലോഭമായി പെരുമാറുക. മറ്റുള്ളവരുടെ സന്തോഷത്തിന് മനസ്സിൽ ഉയർന്ന സ്ഥാനം നൽകുക. നിങ്ങൾക്ക് സങ്കടമുണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുക. ഭയം ഉപേക്ഷിക്കുക. ഫലം ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുക. അതിനായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പാത നിങ്ങൾ അടിച്ചു വൃത്തിയാക്കുക. പണം നൽകുകയോ അയക്കുകയോ ചെയ്യുക. തീരുമാനങ്ങൾ സ്വതന്ത്രമായി നിങ്ങൾ തന്നെ എടുക്കുക. നിങ്ങൾ തന്നെ മുന്നിട്ടിറുക. സാമാന്യബോധവും നയവും ഉപയോഗിക്കുക. അതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ചെയ്യേണ്ടാത്തത്
ചിന്തിക്കാതെ സുബോധം മാത്രം ധാരാളം മതി എന്ന് പറയരുത്. ഉന്മാത്തനോ മതിഭ്രമമോ ഉള്ളവനോ ആകരുത്. അവരോട് തർക്കിക്കുകയോ വിമർശിക്കുകയോ ചെയ്യരുത്. ആരുടെ മുന്നിലും മുട്ടിലിഴയരുത്. അനാവശ്യമായി താമസം വരുത്തരുത്. മറ്റുള്ളവരുടെ കുറവുകൾ ചർച്ച ചെയ്യരുത്. പറ്റുകാരെ പറ്റിക്കരുത്. മദ്യപാനം ഒളിച്ചു വെക്കരുത്. മറ്റൊരാളെ ഉൾപ്പെടുത്തരുത്. നിങ്ങൾക്ക് രക്ഷപ്പെടാനായി അനാവശ്യമായി മറ്റുള്ളവരെ ബലി കൊടുക്കരുത്. നിങ്ങളുമായി ഇടപാടുള്ള ആളുടെ പേര് പുറത്തു പറയരുത്. കണ്ണഞ്ചിപ്പിക്കുന്ന വൈകല്യങ്ങൾ ചൂണ്ടി കാട്ടരുത്. അവയിൽ മുൻവിധികൾ വേണ്ട. പശ്ചാത്താപത്തോടെ ക്ഷമിക്കണം എന്ന് പുലമ്പണ്ട. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് തുടർച്ചയായി പറയരുത്. ആത്മീയ തത്വങ്ങൾ സ്വീകരിക്കാൻ അവരെ നിർബന്ധിക്കരുത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ 9-ാം പടി നമ്മൾ ആദ്യമേ മുതൽ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ഓരോ പാരഗ്രാഫിലും വന്നിരിക്കുന്ന ഓരോ സെന്റൻസിന്നും അടർത്തിയെടുത്ത് വാക്കുകളായിട്ട് ചേർത്തതാണ്. ഏകദേശം ഡോൺസ് 17 എണ്ണവും ഡൂസ്, അതായത് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ 17 എണ്ണവും ചെയ്യേണ്ട കാര്യങ്ങൾ 23 എണ്ണം ഉണ്ട്. അത് രോഹിത് നമുക്ക് വർക്ക്ഷോപ്പിന്റെ അവസാന പേജാണ്. നാളെ നമുക്ക് സ്റ്റെപ്പ് 10ലേക്ക് പോകാം. താങ്ക് യു.